എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മള് കഴിഞ്ഞ യൂണിറ്റില് ആസിഡുകളെ കുറിച്ചും ആൽക്കലികളെ കുറിച്ചും അവയുടെ നിർവീര്യകരണം, pH വാല്യൂ, നമ്മുടെ ഡെയിലി ലൈഫില് ആസിഡുകളും ആൽക്കലിയും കൊണ്ടുള്ള പ്രയോജനം ഇതെല്ലാം പഠിച്ചു അല്ലേ? In the last unit we were discussed about acids, alkalis, utilization, pH value and the uses of acid and alkalis in our daily life. Do you remember them? നിങ്ങൾ ജൂലൈ 5 പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെയൊക്കെ സ്കൂളിൽ ഇപ്പൊ ആചരിച്ചു കാണും. ഓക്കെ, മിടുക്കര് പറയുന്നുണ്ട്. എന്താണ് ജൂലൈ 5 ബഷീർ ദിനം അല്ലെ? ബഷീർ ദിനം പ്രശസ്ത സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനമാണ് ജൂലൈ 5. ബഷീറിന്റെ പ്രശസ്തമായ ഒരു പുസ്തകത്തിലെ ഒരു ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഏത്തപ്പഴത്തിന്റെ മണം പിടിച്ച് പാത്തുമ്മയുടെ ആട് മുമ്പിൽ ഹാജരായി. പഴം ഞാൻ തൊലി ഉരിച്ചു തിന്നു. എന്തോ തിന്നുന്നത് കണ്ട് ഉമ്മയുടെ അഭയാർത്ഥികളായ പൂച്ചകൾ വന്നു. ഉമ്മയുടെ മേൽനോട്ടത്തിൽ വിഹരിക്കുന്ന കോഴികളും വന്നു. ഞാൻ പഴത്തൊലി പാത്തുമ്മയുടെ ആടിന് കൊടുത്തു. ആട് പിന്നെയും പ്രതീക്ഷിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പാത്തുമ്മയുടെ ആട്. വൈക്കം മുഹമ്മദ് ബഷീർ. എന്തുകൊണ്ടാണ് പഴത്തൊലി പൂച്ചയ്ക്കും കോഴിക്കും കൊടുക്കാതെ ആടിന് മാത്രം കൊടുത്തത്? Why the peeled skin of plantain given to the goat, not to the cat and hen? Do all the organisms have same food? എല്ലാ ജീവജാലങ്ങൾക്കും ഒരേ ആഹാരമാണോ? ഇനി അവ ആഹാരം സമ്പാദിക്കുന്ന രീതി, the way of procuring food ഒരേപോലെയാണോ? നമുക്കൊന്ന് കണ്ടു നോക്കുമല്ലേ? മക്കളെ, ഈ പട്ടിക പൂർത്തിയാക്കണം കേട്ടോ. ജീവി, ആഹാരം കഴിക്കുന്ന രീതി, കൂടുതൽ ഉദാഹരണങ്ങളും എഴുതുക. ഓർഗാനിസംസ് ആൻഡ് ഫുഡ്. ഓർഗാനിസം, ഫുഡ്, മോഡ് ഓഫ് ഫീഡിങ്. ആഹാരം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? പക്ഷെ എല്ലാ ജീവജാലങ്ങളും ഒരേ ആഹാരമാണോ കഴിക്കുന്നത്? അല്ല, അവയുടെ ആഹാരം വ്യത്യസ്തമാണ്. ആഹാരം സമ്പാദിക്കുന്ന രീതി വ്യത്യസ്തമാണ്. അവ കഴിക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. The process of intake and utilization of food by organisms is called nutrition. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് പോഷണം എന്ന് പറയുന്നത്. ജന്തുക്കൾക്ക് മാത്രമാണോ ആഹാരം ആവശ്യമുള്ളത്? അല്ല, സസ്യങ്ങൾക്കും ആഹാരം ആവശ്യമാണ് അല്ലെ? 6ാം ക്ലാസ്സിലെ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾ പഠിച്ചായിരുന്നു. നമ്മുടെ പ്രകൃതിയിലെ ജീവനുള്ള വസ്തുക്കളെ 3ആയിട്ട് തരംതിരിച്ചായിരുന്നു നമ്മൾ. ഓർമ്മയുണ്ടോ? ഉൽപാദകർ,
ഉപഭോക്താക്കൾ, വിഘാടകർ. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. ഇതില് ഏത് കാറ്റഗറിയിൽ, ഏത് വിഭാഗത്തിലാ ഹരിതസസ്യങ്ങൾ വരുന്നത്? പറഞ്ഞേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? യെസ്, പ്രൊഡ്യൂസേഴ്സ്. വൈ ഗ്രീൻ പ്ലാന്റ്സ് ആർ നോൺ ആസ് പ്രൊഡ്യൂസേഴ്സ്? എന്തുകൊണ്ട് ഹരിതസസ്യങ്ങളെ പ്രൊഡ്യൂസേഴ്സ് അഥവാ ഉൽപാദകർ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് only green plants can prepare their own food. All other organisms depend green plants for their food. അല്ലേ? ഈ പ്രപഞ്ചത്തില് ഹരിതസസ്യങ്ങൾക്ക് മാത്രമേ സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കി സസ്യങ്ങളെല്ലാം ജന്തുക്കള്, ബാക്കി എല്ലാ ജീവജാലങ്ങളും ആഹാരത്തിനായി ഹരിതസസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇനി ഹരിതസസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രോസസ്സിന്, ആ പ്രക്രിയക്ക് പറയുന്ന പേരെന്താ? ഓർമ്മയുണ്ട്? പറഞ്ഞോ? യെസ്, പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. എന്താണ് പ്രകാശ സംശ്ലേഷണം? ബൈ യൂസിങ് വാട്ടർ, മിനറൽസ്, കാർബൺ ഡൈ ഓക്സൈഡ് and chlorophyll with the presence of sunlight, and plants prepare their food by using these things. This process is known as photosynthesis. Plants prepare their own food by using water, minerals, carbon dioxide and chlorophyll with the presence of sunlight. This process is known as photosynthesis. ഇനി എല്ലാ ഹരിതസസ്യങ്ങളും 100% ഹരിതസസ്യങ്ങളും സ്വയം ആഹാരം പാകം ചെയ്യുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. Green plants do not depend on other organisms for food. Hence they are called autotrophs. ഹരിതസസ്യങ്ങൾ ആഹാരത്തിന് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കാതെ സ്വയം ആഹാരം നിർമ്മിക്കുന്നതിനാൽ സ്വപോഷികൾ എന്ന് അറിയപ്പെടുന്നു. സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത, ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ പരപോഷികൾ എന്ന് പറയുന്നു. Organisms which are unable to synthesize their own food, so they depend on other organisms for food. Hence they are called heterotrophs. എല്ലാ ഹരിതസസ്യങ്ങളും സ്വയം ആഹാരം പാകം ചെയ്യുന്ന ചില കള്ളന്മാരുണ്ട് അവരുടെ കൂട്ടത്തില്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ മുറ്റത്തുള്ള മാവേല, അല്ലെ പറമ്പിലുള്ള മാവേലൊക്കെ ഇതിന്റെ ചില കമ്പുകൾ ഉണങ്ങിപ്പോകുന്ന കാണാം. അപ്പൊ വീട്ടിൽ നിന്ന് അമ്മ പറയും, അതേ ഇത്തിൽക്കണ്ണി പിടിച്ചിട്ടുണ്ട്, ആ കമ്പ് വെട്ടിക്കളയണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ? എന്താണ് ഇത്തിൽക്കണ്ണി? എന്തുകൊണ്ടാണ് ഇത്തിൽക്കണ്ണി ആ മരത്തേല് വളരുന്നതുകൊണ്ട് ആ മരത്തിന്റെ കമ്പ് ഉണങ്ങിപ്പോകുന്നത്? നമുക്കൊന്ന് നോക്കാം അല്ലെ. ചില സസ്യങ്ങള് മറ്റു സസ്യങ്ങളുടെ ശരീരത്തിൽ വസിച്ച് അവരുടെ ശരീരത്തിൽ നിന്നും ആഹാരത്തിനുള്ള വസ്തുവകൾ, അതായത് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നു. എന്നിട്ട് ഇവര് സ്വയം ആഹാരം പാകം ചെയ്യും. ഞാൻ ടീച്ചർ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം ബിരിയാണി. ബിരിയാണി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് മനസ്സ് വിചാരിക്കാം. അമ്മ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം കഴുകി അരിഞ്ഞ് എല്ലാം റെഡിയാക്കിയിട്ട് അടുക്കളയിൽ വെച്ചു. അത് കഴിഞ്ഞ് അമ്മ ഇപ്പുറത്തോട്ട് മാറിയ സമയത്ത് ആരെങ്കിലും വന്നിട്ട്, നിങ്ങളുടെ വീട്ടിലല്ലാത്ത പുറമേ നിന്നുള്ള ഒരാൾ വന്നിട്ട് ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ബിരിയാണി വെച്ചിട്ട് അവര് തന്നെ കഴിക്കും. അതേപോലെയാണ് ചില സസ്യങ്ങള്. അവർ ഈ വലിയ മരങ്ങളിൽ ഒക്കെ വസിച്ചിട്ട് അവയുടെ ശരീരത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുക്കും. എന്നിട്ടോ ഇവര് സ്വയം ആഹാരം പാകം ചെയ്യും. എന്നിട്ട് അവര് തന്നെ കഴിക്കും. ഓക്കെ, ഇത്തരം സസ്യങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് പാർഷ്യൽ പാരസൈറ്റ് അഥവാ അർദ്ധപരാഗം. ഓക്കെ, പാർഷ്യൽ പാരസൈറ്റ് അഥവാ അർദ്ധപരാഗം. ഇനി വേറൊരു കൂട്ടരുണ്ടോ? അവരെന്നാ ചെയ്യും? ഈ സസ്യങ്ങളെ ശരീരത്തിന് മുഴുവനായിട്ട് ആഹാരം വലിച്ചെടുക്കും. ഒരു പണിയും ചെയ്യത്തില്ല. ഇവര് പാവം സസ്യങ്ങള് പ്രിപ്പയർ ചെയ്യുന്ന ആഹാരം മുഴുവൻ വലിച്ചിട്ട് അവരങ്ങ് ജീവിക്കും. അവസാനം ഈ ഹോസ്റ്റ് ആതിഥേയ സസ്യം എന്ത് സംഭവിക്കും? അതങ്ങ് ഉണങ്ങിപ്പോകും. ഉദാഹരണം, നിങ്ങളുടെ അമ്മ ബിരിയാണി അല്ല വേണ്ട കഷ്ടപ്പെട്ട് ബിരിയാണി ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മ കുളിക്കാൻ പോയ സമയം, അല്ലെങ്കിൽ നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ വാ എന്നും പറഞ്ഞ് വിളിക്കാൻ വന്ന സമയത്ത് വേറെ ആരെങ്കിലും വന്ന് ബിരിയാണി പാത്രത്തോടെ എടുത്തുകൊണ്ട് പോയിട്ട് അവര് വീട്ടിൽ കൊണ്ടുപോയി അവര് കഴിക്കുന്നു. നിങ്ങൾക്കൊന്നും കിട്ടുന്ന, നിങ്ങൾ പട്ടിണി. ഈ കൂട്ടരാണ് ഏത്? ടോട്ടൽ പാരസൈറ്റ്, പൂർണ്ണ പരാഗം.
ഓക്കെ, മനസ്സിലായല്ലോ? ഈ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ? ഓക്കെ, ഈ രണ്ട് കൂട്ടരെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എല്ലാ സസ്യങ്ങളും സ്വയം ആഹാരം പാകം ചെയ്യുന്നില്ല. ഒരു കൂട്ടർ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുക്കുന്നു, അല്ലെ? ഫുഡ് അതിന്റെ പ്രിപ്പയർ ചെയ്യാനുള്ള വാട്ടർ ആൻഡ് മിനറൽസ് വലിച്ചെടുക്കുന്നു, എന്നിട്ട് അവർ സ്വയം ആഹാരം പാകം ചെയ്യുന്നു. ഇനി ഇവരാരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഈ ആദ്യത്തെ വിഭാഗത്തിൽ പറഞ്ഞ പാർഷ്യൽ പാരസൈറ്റ് അർദ്ധപരാതത്തിൽ പെടുന്നതാണ് ഏത്? നമ്മുടെ ഇത്തിൽക്കണ്ണി ലൊറാന്തസ് എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തേത് ആഹാരം ഒരു പണിയും ചെയ്യാതെ ആഹാരം വലിച്ചെടുക്കുന്നവരാണിത് ടോട്ടൽ പാരസൈറ്റ്. അതിന് ഉദാഹരണം കസ്കട്ട. നിങ്ങൾ ഈ മൂടില്ലാത്താളി കണ്ടോ? ഒരു ചെറിയൊരു വള്ളി പോലെ യെല്ലോ കളറിൽ സസ്യങ്ങൾ ഇങ്ങനെ വള്ളി പോലെ പടർന്നു പിടിച്ചു കയറും. അത്തരം സസ്യങ്ങൾ അവയാണ് ഏത്? ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതൊരു കൂട്ടുണ്ട്. അവരെ കൊണ്ട് ആർക്കും ശല്യമില്ല. ജീർണിച്ച സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും ആഹാരം സമ്പാദിക്കുന്നവരാണ് അവരെ പറയുന്ന പേരാണെന്ത്? സാപ്രോട്രോപ്സ് അഥവാ സാപ്രോഫൈറ്റ് അഥവാ ശവോപജീവികൾ എന്ന് പറയുന്നത്. ജീർണിച്ച സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്നവർ. ഓക്കെ, ജലത്തിനും ലവണങ്ങൾക്കുമായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നു. Plants that depend on other plants for water and minerals are known as partial parasites. ആഹാരത്തിനായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ പൂർണ്ണ പരാതങ്ങൾ എന്ന് പറയുന്നു. Plants that depend on other plants for their food are known as total parasites. Plants take food from decayed organic remains are known as saprophytes. ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്നവയെ ശവോപജീവികൾ എന്ന് പറയുന്നു. നിങ്ങൾ ഈ പട്ടിക പൂർത്തിയാക്കുമല്ലോ. പൂർണ്ണപരാതം, അർദ്ധപരാതം, ശവോപജീവികൾ, അവയ്ക്ക് ഉദാഹരണങ്ങൾ എഴുതണം കേട്ടോ. Complete the table. Total parasites, partial parasites and saprophyte. Write more examples for them. Do parasites live only among plants? സസ്യങ്ങളിൽ മാത്രമേ ഈ പരാതങ്ങൾ ഉള്ളോ? അല്ല, ജന്തുക്കളുടെ ശരീരത്തിലും പരാതങ്ങൾ ഉണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാ. നമുക്കൊന്ന് നോക്കാം. കണ്ടല്ലോ ആരൊക്കെയാണെന്നുള്ളത്, അല്ലെ? നല്ല പരിചയമുള്ളവരൊക്കെ ഉണ്ട്. വേംസ് ഉണ്ട്, ഫ്ലീ ഉണ്ട്, പിന്നെ ലൗസ് ഉണ്ട്, വിര, ചെള്ള്, പേന. They consume food from other organisms, so they are known as parasites. ഇവ മറ്റു ജീവികളുടെ ശരീരത്തിൽ നിന്ന് ആഹാരം സ്വീകരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇവ എന്തെന്ന് പറയുന്നു? പാരസൈറ്റ്സ് അഥവാ പരാതങ്ങൾ എന്ന് പറയുന്നു. From them, flea and louse lives on the body of other organisms. അതില് പേനും ചെള്ളും മറ്റ് ജീവികളുടെ ശരീരത്തിന് പുറത്താണ് വസിക്കുന്നത്. So they are known as external parasites. External parasites അഥവാ ബാഹ്യപരാതം. But worms live inside the body of other organisms. അതില് വിരയോ മറ്റ് ജീവികളുടെ ശരീരത്തിന് ഉള്ളിലാണ് വസിക്കുന്നത്, അല്ലെ? So worms are known as internal parasites. ആന്തരിക പരാതം എന്ന വിരകള് അറിയപ്പെടുന്നു. മറ്റു ജീവികളുടെ ശരീരത്തിന് പുറത്തു വസിച്ച് അവയിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്ന ബാഹ്യപരാതങ്ങൾ എന്ന് പറയുന്നു. Organisms which live outside the body of other organisms and take their food are known as external parasites.
complex sugars. They lure in insects, like this unfortunate weevil, with their sweet aroma and taste. But before long, the weevil gets hopelessly trapped in this super sticky substance. Sessile glands at the base. But the Cape sundew goes even further. Over several hours, it tightly grips its meal with its leaves. By completely enveloping its prey, the sundew can extract even more nutrients. Cape sundews bend the very idea of how we think plants should behave. They not only move their tentacles, but they sense prey with them too. Incredibly, they seem to be able to tell what's alive, like this fly. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അല്ലെ? സസ്യങ്ങളെ കണ്ടില്ലേ? ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഈ ഒരു സസ്യങ്ങൾ ഉണ്ടോ? ഇല്ല. നമ്മൾ വീഡിയോയിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടോ? എന്ത് രസമാണ് സൺഡ്യൂ പ്ലാന്റിനെ കാണാൻ അല്ലെ? എത്ര തന്ത്രപരമായിട്ട് അവരെ ഇരകളെ പിടിക്കുന്നത്, പ്രാണികളെ പിടിക്കുന്നത്. What are the specialties of Venus flytrap, sundew plant and pitcher plant? എന്താണ് ഈ വീനസ് ഫ്ലൈട്രാപ്പ്, സൺഡ്യൂ പ്ലാന്റ് ആൻഡ് പിച്ചർ പ്ലാന്റ്? ഇവയുടെ പ്രത്യേകതകൾ എന്താണ്? They catch insects. അവ എന്താ ചെയ്യുന്നത്? മറ്റു സസ്യങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഇവ ഇരകളായിട്ട് പ്രാണികളെ ആഹാരമായിട്ട് സ്വീകരിക്കുന്നു. So they are known as insectivorous plants അഥവാ ഇരപിടിയൻ സസ്യങ്ങൾ. മനസ്സിലായോ? ഈ കാറ്റഗറിയിൽപ്പെട്ട സസ്യങ്ങളെ അറിയപ്പെടുന്ന പേരാണേത്? ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് അഥവാ ഇരപിടിയൻ സസ്യങ്ങൾ. ബിക്കോസ് ദേ ക്യാച്ച് ഇൻസെക്ട്സ്. അവ പ്രാണികളെ പിടിക്കുന്നു, ഭക്ഷണമായിട്ട് സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഇവയെ ഇരപിടിയൻ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസ് takes place in these plants too. ഈ സസ്യങ്ങളും പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. എന്നിട്ടും എന്തിനാ ഈ സസ്യങ്ങള് പ്രാണികളെ പിടിക്കുന്നത്? നമ്മുടെ ഇവിടെയൊക്കെയുള്ള സസ്യങ്ങള് പ്രാണികളെ പിടിക്കുന്നുണ്ടോ? ആഹാരം ആക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്താണ് ഇതിന് കാരണം എന്ന് നമുക്കൊന്ന് നോക്കൂല്ലേ? നോക്കാം. Elements like hydrogen, carbon, phosphorus, nitrogen, sulfur, calcium and iron are required for plants in large quantities. Certain bacteria present in the soil convert atmospheric nitrogen into nitrates. These bacteria may not be present in soil with high acidity. Plants which grow in such soil do not get nitrogen. It is to overcome this situation that such plants acquire the ability to catch insects. They obtain the required nitrogen through the digestion of the body of these insects. You got that? Right? എന്തുകൊണ്ടാണ് ഇവ ഇരകളെ പിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലെ? ഇന്നത്തെ പാഠത്തില് നമുക്ക് ഇച്ചിരി ക്ലാസ് എടുത്ത് ഒന്ന് ഓടിച്ചു നോക്കാം. ആദ്യം നമ്മള് ജീവജാലങ്ങളിലെ ഭക്ഷണത്തിലെ വൈവിധ്യം, അവ ആഹാരം സ്വീകരിക്കുന്ന രീതി, പിന്നെ ആഹാരം കഴിക്കുന്ന രീതി, ഈ ഒരു വ്യത്യാസങ്ങൾ പഠിച്ചു. അതിനുശേഷം നമ്മള് പാരസൈറ്റിക് പ്ലാന്റ്സ്, ആനിമൽസ്, അതേ കുറിച്ച് പഠിച്ചു. ഇപ്പൊ ലാസ്റ്റ് നമ്മള് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിനെ കുറിച്ച് പഠിച്ചു. കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലെ? ടീച്ചർ തന്ന വർക്കുകളൊക്കെ കൃത്യമായിട്ട് എഴുതണം. നോട്ട്ബുക്ക് ക്ലിയർ ആയിരിക്കണം. 5 ടൈംസ് വായിക്കണം. ഓക്കെ. As the extended activity, you should write more examples about parasitic plants and animals. തുടർപ്രവർത്തനമായിട്ട് നിങ്ങൾ പരാഗ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. Write more examples for parasitic plants and animals. പരാഗ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. Okay, thank you.